ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 3 ആയ ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്ന യൂണിറ്റിലെ നിങ്ങളുടെ പ്യൂപ്പ ടെക്സ്റ്റ് ബുക്സിൽ, അതായത് ആക്ടിവിറ്റി ടെക്സ്റ്റ് ബുക്സിൽ വരുന്ന ആക്ടിവിറ്റികളാണ് നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് മൊത്തം 21 ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ 21 ആക്ടിവിറ്റീസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങളുടെ ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്ന നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആ ഒരു ചാപ്റ്റർ നമ്മൾ ഓൾറെഡി വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വിശദീകരിച്ച് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ അതിലെ ന്യൂ വേർഡ്സും മീനിങ്സും അതുപോലെ തന്നെ അതിലെ ടെക്സ്റ്റ് ബുക്സിലെ ആക്ടിവിറ്റീസും ആ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാൻ എല്ലാ കൂട്ടുകാരും അതൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് വേണം നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റീസ് ചെയ്യാൻ. പാഠം മനസ്സിലാവാത്ത കൂട്ടുകാർക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെടും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഇതിന് മുൻപേയുള്ള എല്ലാ ചാപ്റ്ററുകളുടെയും വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട്. ക്ലാസ് 2 ന്യൂ ടെക്സ്റ്റ് ബുക്സ് ഇംഗ്ലീഷ് എന്നാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. അപ്പോൾ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് എല്ലാ കൂട്ടുകാരും പോയിട്ട് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ യൂണിറ്റ് 3 ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്ന യൂണിറ്റിലെ നിങ്ങളുടെ പ്യൂപ്പ ടെക്സ്റ്റ് ബുക്സിലെ ആക്ടിവിറ്റീസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്ടിവിറ്റി 1 എന്താണ്? ഡു യു ലൈക്ക് ടു മേക്ക് എ പൂക്കളം? കളർ ദ പൂക്കളം ഗിവൻ ബിലോ. നിങ്ങൾക്ക് പൂക്കളം, അതായത് ഓണത്തിന് നമ്മളിടുന്ന പൂക്കളയില്ലേ, പൂക്കളം ഇടാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ താഴെ ഒരു അടിപൊളി പൂക്കളം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് കൂട്ടുകാരോട് കളർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അത് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പോലെ നല്ല വൃത്തിയിൽ ഭംഗിയിൽ കൂട്ടുകാർ അതൊന്ന് കളർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 2, വിച്ച് ആർ ദ ഫെസ്റ്റിവൽസ് ദാറ്റ് വി സെലിബ്രേറ്റ്. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന, അതായത് നമ്മൾ ആഘോഷിക്കുന്ന ഏതൊക്കെ ഫെസ്റ്റിവൽസ് ആണുള്ളത്? നമുക്കറിയാമല്ലേ, കുറേ ഫെസ്റ്റിവൽസ്, ക്രിസ്മസ്, അതേപോലെ തന്നെ ഈദ്, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ആഘോഷിക്കാറ്? ഓണം, ദീപാവലി, ഹോളി, അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കാറുണ്ട് അല്ലേ. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഫെസ്റ്റിവൽ ബിലോ ഈച്ച് പിക്ചർ. താഴെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഫെസ്റ്റിവൽസിൻ്റെ നെയിംസ് എഴുതി കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ താഴെ നൽകിയിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഏതാണ്? നമുക്കറിയാം അല്ലേ, ക്രിസ്മസിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്കറിയാം ഈദുൽ ഫിത്തർ ആണ് തന്നിട്ടുള്ളത്, അതായത് പെരുന്നാൾ. നമുക്ക് അവിടെ എല്ലാത്തിൻ്റെയും താഴെ നമുക്ക് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടല്ലേ. അപ്പോൾ അടുത്ത പിക്ചർ ഏതാണ്? തൊട്ട് താഴെ തന്നെ ഓണമാണല്ലേ തന്നിട്ടുള്ളത്. ആ പൂക്കളൊക്കെ ഇടുന്നുണ്ടല്ലേ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് എന്താണ്? പടക്കമൊക്കെ പൊട്ടിച്ച് നല്ല ചിരാത് വെളിച്ചമൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതെന്താണ്? ദീപാവലിയാണല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റി 2. അടുത്ത ആക്ടിവിറ്റി 3, റീഡ് ദ സ്റ്റോറി. താഴെ നമുക്കൊരു സ്റ്റോറി തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കാനാണ് പറയുന്നത്. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ആർ ട്വിൻസ്. ഡിംപിളും ട്വിങ്കിളും എന്താണ്? ട്വിൻസ് ആണല്ലോ, അവർ ഇരട്ട കുട്ടികളാണ്. ദേ ലീവ് ഇൻ ഹരിതഗിരി വില്ലേജ്. അവർ താമസിക്കുന്നത് ഏത് വില്ലേജിലാണ്? ഹരിതഗിരി വില്ലേജിലാണ്. എവറി ഇയർ ദർ ഈസ് എ ഫെസ്റ്റിവൽ ഇൻ ദയർ വില്ലേജ്. എല്ലാ ഇയറിലും, എല്ലാ വർഷവും അവരുടെ വില്ലേജിൽ ഒരു ഫെസ്റ്റിവൽ നടക്കാറുണ്ട് അല്ലേ. ട്രീസ് ബ്ലൂം ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ സീസൺ. അപ്പോൾ എന്താണ്? ട്രീസ് എല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും അല്ലേ ആ ഒരു ഫെസ്റ്റിവൽ സീസണിൽ. ദ പീപ്പിൾ ഓഫ് ഹരിതഗിരി ഡെക്കറേറ്റ് ദെയർ ഹൗസസ് ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ. ആ ഫെസ്റ്റിവൽ സീസണിൻ്റെ സമയത്തെല്ലാം ആ ഹരിതഗിരിയിലെ ജനങ്ങൾ അവരുടെയൊക്കെ വീടുകളൊക്കെ അലങ്കരിക്കാറുണ്ട് അല്ലേ. ദ ഫെസ്റ്റിവൽ സീസൺ അറൈവ്ഡ്. ഫെസ്റ്റിവൽ സീസൺ വന്നു. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ സ്റ്റാർട്ടഡ് ഡെക്കറേറ്റിംഗ് ദെയർ ഹൗസ്. ഡിംപിളും ട്വിങ്കിളും കൂടിയിട്ട് അവരുടെ വീടും ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങിയല്ലേ. അടുത്തതാണ് ആക്ടിവിറ്റി 4, ട്വിങ്കിൾ ആൻഡ് ഡിംപിൾ ആർ ഡെക്കറേറ്റിംഗ് ദെയർ ഹൗസ് ഫോർ ദ ഫെസ്റ്റിവൽ. ഹെൽപ്പ് ദം ഡെക്കറേറ്റ് ദെയർ ഹൗസ്. യു ക്യാൻ യൂസ് ദ ഡെക്കറേറ്റീവ്സ് ഷോൺ ബിലോ. അപ്പോൾ എന്താണ്? ഡിംപിളും ട്വിങ്കിളും കൂടിയിട്ട് അവരുടെ ഹൗസ് ഡെക്കറേറ്റ് ചെയ്യുകയാണ് അല്ലേ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് താഴെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഹൗസ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും താഴെ നൽകിയിരിക്കുന്ന കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീടൊക്കെ അലങ്കരിക്കാൻ ഇഷ്ടമല്ലേ. അപ്പോൾ ആ അലങ്കരണ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഓരോ സ്ഥലത്തും ഓരോ തോരണങ്ങളൊക്കെ തൂക്കിയിട്ട് കൊടുത്തിട്ട് ഈ വീടും പരിസരവും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കൂ. അപ്പോൾ ഇത് കൂട്ടുകാർക്കുള്ളൊരു വർക്കാണ്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം.
അടുത്തതാണ് ആക്ടിവിറ്റി 5. ട്വിങ്കിൾ ആൻഡ് ഡിംപിൾ ഡിസൈഡഡ് ടു ഇൻവൈറ്റ് ദെയർ ഫ്രണ്ട് നില ഫോർ ദ ഫെസ്റ്റിവൽ. അപ്പോൾ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ട്വിങ്കിളും ഡിംപിളും അവരുടെ ഫ്രണ്ട് ആയിട്ടുള്ള നിലയെ ഇൻവൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ദേ കോൾഡ് നില ഓൺ ഫോൺ കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അപ്പോൾ അവർ ഫോണിലൂടെ നിലയെ വിളിച്ചു. അപ്പോൾ അവരുടെ ഒരു കോൺവെർസേഷനാണ് താഴെ നൽകിയിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ് ആദ്യം ട്വിങ്കിൾ പറയുക? ഹലോ നില, വിൽ യു കം ഫോർ ദ ഫെസ്റ്റിവൽ? നില, നീ ഞങ്ങളുടെ ഫെസ്റ്റിവലിന് വരുമോ എന്ന് ചോദിക്കുന്നു. നില അപ്പം എന്താ പറയുന്നത്? യെസ് ഐ വിൽ കം. അതെ, ഞാൻ വരാം എന്ന് പറയുന്നുണ്ട്. ഡിംപിൾ ചോദിക്കുന്നുണ്ട് ഹൗ വിൽ യു കം? നീ എങ്ങനെയാണ് വരിക എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പം നില എങ്ങനെയായിരിക്കും വരിക എന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക? ഐ വിൽ കം ബൈ എ ബസ്. ഞാൻ ബസ് വഴി വരാം എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കോൺവെർസേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കൂട്ടുകാർക്ക് ചെറിയ കോൺവെർസേഷൻസേ തരുകയുള്ളൂ എക്സാമിനൊക്കെ. അപ്പോൾ അത് നല്ലപോലെ എഴുതി കൊടുത്താൽ മതി കേട്ടോ. അടുത്തതാണ് ആക്ടിവിറ്റി 6. ഹൗ ഈസ് യുവർ വില്ലേജ് ഓർ ടൗൺ? ഡ്രോ കളർ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് നമ്മുടെ വില്ലേജ് അല്ലെങ്കിൽ ചിലവർ ടൗണിൽ താമസിക്കുന്നവരുണ്ടാവില്ലേ, അപ്പോൾ അവരുടെ ആ ഒരു ടൗൺ എങ്ങനെയാണ് എന്നൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാനും അതുപോലെ അതിൻ്റെ ചെറിയൊരു പിക്ചർ വരച്ചിട്ട് അതിന് കളർ ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ ആ ബോക്സിൽ നിങ്ങൾ പിക്ചർ വരക്കണം. അതിന് താഴെയുള്ള സ്പേസിൽ നിങ്ങൾ നിങ്ങളുടെ വില്ലേജിനെ കുറിച്ചിട്ടോ ടൗണിനെ കുറിച്ചിട്ടോ ഒന്ന് എഴുതണം. അപ്പോൾ നമുക്ക് ഒരു വില്ലേജിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഐ ലിവ് ഇൻ എ വില്ലേജ്. ഞാനൊരു വില്ലേജിലാണ് താമസിക്കുന്നത്. മൈ വില്ലേജ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. എൻ്റെ വില്ലേജ് നല്ല ഭംഗിയുള്ളതാണ്. ദർ ആർ ഗ്രീൻ ഫീൽഡ്സ്, ടോൾ കോക്കനട്ട് ട്രീസ് ആൻഡ് സ്മോൾ ഹൗസസ്. അവിടെ എന്താണ്? പച്ച വിരിച്ച പാടങ്ങളുണ്ട്. അതുപോലെ ഉയരത്തിലുള്ള, അതായത് നീളമുള്ള കോക്കനട്ട് ട്രീസ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ വീടുകളുണ്ട്. മൈ വില്ലേജേഴ്സ് ആർ കൈൻഡ് ഹേർട്ടഡ് പീപ്പിൾ. അപ്പോൾ എന്താണ്? എൻ്റെ വില്ലേജേഴ്സ് എല്ലാം കരുണയുള്ള ആളുകളാണ്. ദർ ഈസ് ടെമ്പിൾ, മോസ്ക്യൂ ആൻഡ് ചർച്ച് ഇൻ മൈ വില്ലേജ്. എൻ്റെ വില്ലേജിൽ എന്തെല്ലാം ഉണ്ട്? ടെമ്പിൾ, അതായത് അമ്പലവും പള്ളിയും അതുപോലെ തന്നെ ചർച്ചുമെല്ലാം ഉണ്ട്. ചിൽഡ്രൻ പ്ലേ ഇൻ ദ ഓപ്പൺ ഫീൽഡ് ആൻഡ് ഗ്രൗണ്ട്സ്. അപ്പോൾ എന്താണ്? കുട്ടികൾ കളിക്കാറുള്ളത് ഓപ്പൺ ഫീൽഡ്സിലും അതുപോലെ തന്നെ ഗ്രൗണ്ടുകളിലൊക്കെയാണ്. മൈ വില്ലേജ് ഈസ് എ പീസ്ഫുൾ പ്ലേസ് ടു ലിവ്. എൻ്റെ വില്ലേജ് നല്ല സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വില്ലേജിനെയോ അല്ലെങ്കിൽ ടൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ടത്. അതുപോലെ പിക്ചർ വരക്കാനും കൂട്ടുകാർ മറക്കരുത് കേട്ടോ. ആക്ടിവിറ്റി 7. ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ ദ വില്ലേജേഴ്സ് ഡു നോട്ട് ബ്ലോ ദ ഹോൺസ് ഓഫ് വെഹിക്കിൾസ്. ഫെസ്റ്റിവലിൻ്റെ സമയത്ത് എന്താണ്? വില്ലേജേഴ്സ് ഒന്നും വെഹിക്കിൾസിൻ്റെ ഹോണുകൾ അടിക്കാനായിട്ട് സമ്മതിക്കാറില്ല. വൺ ഡേ എ മാൻ ഓൺ എ മോട്ടോർ ബൈക്ക് കം ദർ. അപ്പോൾ ഒരു മോട്ടോർ ബൈക്കിൽ ഒരാൾ ഒരു ദിവസം അങ്ങോട്ട് വരികയാണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മാൻ ആൻഡ് ദ ചിൽഡ്രൻ. ചിൽഡ്രനും മാനും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ എന്താണ് പറയുന്നത്? സർ പ്ലീസ് ഡോണ്ട് ബ്ലോ ദ ഹോൺ. സാർ പ്ലീസ് നിങ്ങൾ ആ ഹോൺ അടിക്കരുതെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ എന്തായിരിക്കും സാർ അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? വൈ ഷുഡിൻറ്റ് ഐ ബ്ലോ ദ ഹോൺ? എന്തുകൊണ്ടാണ് ഞാൻ ഈ ഹോണ് കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടാവുക? യെസ് ഇറ്റ്സ് എ ഫെസ്റ്റിവൽ സാർ, വി ഡോണ്ട് ബ്ലോ ഹോൺ ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ. ഇതൊരു ഫെസ്റ്റിവലാണ് സാർ, ഞങ്ങൾ ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഹോൺ അടിക്കാറില്ല എന്ന് കുട്ടികൾ പറയുന്നുണ്ടല്ലേ. അപ്പോൾ സാർ എന്താണ് മറുപടി പറയുന്നത്? ഐ ആം സോറി. അപ്പോൾ അവരോട് സാർ സോറി പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കോൺവെർസേഷൻ കംപ്ലീറ്റ് ആക്കേണ്ടത്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അടുത്തത് ആക്ടിവിറ്റി 8. വി മേക്ക് മെനി ഡെക്കറേറ്റീവ്സ് യൂസിങ് പേപ്പർ. ലെറ്റേഴ്സ് മേക്ക് എ പേപ്പർ ലാറ്റേൺ. അപ്പോൾ എന്താണ്? നമുക്ക് ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസ് നമുക്ക് പേപ്പർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ നമുക്കൊരു പേപ്പർ ലാറ്റേൺ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് നമ്പർ 1. ടേക്ക് എ പീസ് ഓഫ് പേപ്പർ, കട്ട് എ സ്ട്രിപ്പ് ഫ്രം ഇറ്റ്. അപ്പോൾ ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിൽ നിന്നൊരു സ്ട്രിപ്പ് നമ്മളോട് കട്ട് ചെയ്തെടുക്കാൻ പറയുന്നുണ്ടല്ലേ. എങ്ങനെയാണ്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാണിച്ചിട്ടുണ്ടല്ലേ ആ ഒരു സ്ട്രിപ്പ് എങ്ങനെ കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫ്ലോട്ട് ദ പേപ്പർ ഫ്രം ദ മിഡിൽ. ആ ഒരു പേപ്പറിനെ നമ്മളോട് പകുതിക്ക് വെച്ചിട്ട്, ആ പേപ്പറിൻ്റെ പകുതിയിൽ നിന്ന് നമ്മളോട് ഫ്ലോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഫ്ലോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ മടക്കുക. പേപ്പറിനെ പകുതിയിൽ വെച്ചിട്ട് മടക്കണം. അടുത്തത് സ്റ്റെപ്പ് 3 എന്താണ്? ഡ്രോ എ ലൈൻ ഓൺ വൺ സൈഡ്. അപ്പോൾ നമ്മളോട് ഒരു സൈഡിൽ ഒരു ലൈൻ വരയ്ക്കാൻ പറയുന്നുണ്ട്. സ്റ്റെപ്പ് 4 എന്താണ്? കട്ട് ദ പേപ്പർ ഇൻ ടു സ്മോൾ സ്ട്രിപ്സ്. പേപ്പറിനെ നമ്മളോട് സ്മോൾ സ്ട്രിപ്സ് ആയിട്ട് ആ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ള പോലെ സ്റ്റെപ്പ് നമ്പർ 4 നമ്മളോടൊന്ന് കട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. സ്റ്റെപ്പ് നമ്പർ 5 എന്താ പറയുന്നത്? ഓപ്പൺ ദ പേപ്പർ, ജോയിൻ ദ എഡ്ജസ്. ആ ഒരു പേപ്പർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് എഡ്ജസ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അല്ലേ. സ്റ്റെപ്പ് നമ്പർ 6 എന്താണ്? ഫിക്സ് എ ഹാൻഡിൽ ഓൺ ടോപ്പ്, നൗ ദ ലേറ്റൺ ഈസ് റെഡി. ടോപ്പിൽ നമ്മളോട് ഇങ്ങനെ പേപ്പർ അതുപോലെ കട്ട് ചെയ്തിട്ട് വളച്ചിട്ട് ഒരു
ഹാൻഡിൽ, അത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹാൻഡിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ലാറ്റൻ എന്തായി, റെഡി ആയല്ലേ. അപ്പോൾ ഇതുപോലെയാണ് ലാറ്റൻ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും പേപ്പർ യൂസ് ചെയ്തിട്ട് ഈ ഒരു ലാറ്റൻ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ആ ആക്ടിവിറ്റിയിൽ തന്നെ നമുക്കൊരു വർക്കും കൂടെ ഉണ്ട്. ക്യാൻ യു മേക്ക് എ ക്രൗൺ ബേസ്ഡ് ഓൺ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ, റൈറ്റ് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് അണ്ടർ ഈച്ച് പിക്ചർ. അപ്പോൾ നമുക്ക് അവിടെ താഴത്തൊരു ക്രൗൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പിക്ചർ നൽകിയിട്ടുണ്ടല്ലേ, കുറച്ചെണ്ണം. അപ്പോൾ അത് നമ്മളോട് ഒരു സാധനം ഉണ്ടാക്കാൻ പറയുന്നതാണ്, ഇതുപോലെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ഉണ്ടാക്കാൻ പറയുന്നതാണ്. അതിൻ്റെ നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്. ആ ഒരു പിക്ചറിൻ്റെ താഴത്ത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ നമ്മളോട് എഴുതി കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പിക്ചർ എന്താണ്? നമുക്കൊരു പേപ്പർ പ്ലേറ്റ് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്? കട്ട് എ പേപ്പർ പ്ലേറ്റ് ഇൻ ഹാഫ് ആൻഡ് ട്രിം ദ അഡ്ജസ് ടു ക്രിയേറ്റ് ക്രൗൺ ഷേപ്പ്. അപ്പോൾ എന്താണ്, ആദ്യം നമ്മൾ ആ ഒരു പേപ്പറിനെ ഹാഫായിട്ട് കട്ട് ചെയ്യണം. ആ ഒരു പേപ്പർ പ്ലേറ്റ് പകുതിക്ക് വെച്ചിട്ട് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ക്രൗൺ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കണം. അതായത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമ്മൾ ക്രൗൺ ഷേപ്പ് പോലെ ഒന്ന് ആക്കിയെടുക്കണം. അടുത്ത പിക്ചറിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? പെയിൻറ്റ് ഓർ കളർ ദ ക്രൗൺ ബേസ് വിത്ത് എ പാട്രിയോട്ടിക് ഡിസൈൻ. നമുക്ക് ആ ഒരു പ്ലേറ്റ് കട്ട് ചെയ്തത് ഒന്നെങ്കിൽ കളർ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെയിൻറ്റോ കളറോ യൂസ് ചെയ്തിട്ട് അതിന് നല്ല രീതിയിലൊരു കളർ കൊടുക്കുക ആ ഒരു ക്രൗൺ ബേസിന്. അതുപോലെ തന്നെ അതിൻ്റെ മേലെ നമ്മളൊരു പാട്രിയോട്ടിക് ഡിസൈനും കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്, അതിനൊരു സ്റ്റാറിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് അല്ലേ. അടുത്തതാണ് പ്രിപ്പയർ ദ സ്പൈക്സ്. കട്ട് ഔട്ട് സെവറൽ ട്രയാങ്കുലർ ഷേപ്പ്ഡ് ഫ്രം റെഡ് ആൻഡ് വൈറ്റ് പേപ്പർ ടു ക്രിയേറ്റ് ദ ക്രൗൺ സ്പൈക്ക്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കുറച്ച് സ്പൈക്സ് ഉണ്ടാക്കണം അല്ലേ. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? വൈറ്റ് പേപ്പറും അതേപോലെ റെഡ് പേപ്പറിൽ നിന്നും ഒരു ട്രയാങ്കുലർ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ക്രൗണിൻ്റെ ഒരു സ്പൈക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത പിക്ചറിൽ എന്താ കൊടുത്തിട്ടുള്ളത്? അറ്റാച്ച് ദ സ്പൈക്സ്, ഗ്ലോ ദ ട്രയാങ്കുലർ സ്പൈക്സ് അറൗണ്ട് ദ കർവ്ഡ് എഡ്ജ് ഓഫ് ദ ക്രൗൺ ബേസ്, ആൾട്ടർനേറ്റിംഗ് കളേഴ്സ് ഇഫ് ഡിസൈർഡ്. അടുത്തതായിട്ട് നമ്മൾ ആ ഒരു സ്പൈക്സ് അതിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അല്ലേ. ആ ഒരു ക്രൗൺ ബേസ്, ആ ഒരു കർവ്ഡ് എഡ്ജിൽ നമ്മൾ ഈ ഒരു ട്രയാങ്കുലർ സ്പൈക്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതിങ്ങനെ കളർ ഒന്ന് റെഡ് ഒന്ന് വൈറ്റ് അങ്ങനെ ആയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അടുത്തത് എന്താണ്? പഞ്ച് ഹോൾസ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ക്രൗൺ ആൻഡ് അറ്റാച്ച്ഡ് ആൻ എലാസ്റ്റിക് സ്ട്രിങ് ഓർ റിബൺ ടു വിയറിംഗ്. ക്രൗണിൻ്റെ രണ്ട് സൈഡിലും ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് എലാസ്റ്റിക് സ്ട്രിങ്ങോ അല്ലെങ്കിൽ റിബണോ ഇട്ട് കൊടുക്കുക. അത് നമുക്ക് തലയിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അടുത്തത് പ്ലേസ് ദ കംപ്ലീറ്റഡ് ക്രൗൺ ഓൺ യുവർ ഹെഡ്. നിങ്ങളുടെ തലയിൽ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ക്രൗണ് വെച്ച് നോക്കൂ. ആൻഡ് എൻജോയ് യുവർ പാട്രിയോട്ടിക് ക്രിയേഷൻ. എന്നിട്ട് നിങ്ങളത് എൻജോയ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്രൗൺ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തതാണ് ആക്ടിവിറ്റി 9. ഐഡൻറ്റിഫൈ ദ ബേർഡ്സ് ഫ്രം ദ പിക്ചർ, കളർ ദം സ്യൂട്ടബ്ലി ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് ബിലോ. അപ്പോൾ എന്താണ്, ഇവിടെ താഴെ നമുക്ക് കുറേ ബേർഡ്സിനെ നൽകിയിട്ടുണ്ട് ആ ഒരു പിക്ചറിൽ. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് നമ്മളോട് കളർ കൊടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ നെയിംസ് എഴുതി കൊടുക്കാനും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ബേർഡ്സാണ് അവിടെ ഉള്ളത് നോക്കാം. ഞാനിവിടെ ആ ബേർഡ്സിന് ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ അതൊന്ന് കളർ കൊടുക്കണം കേട്ടോ, ക്രയോൺസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ എന്തൊക്കെ ബേർഡ്സാണ് അവിടെ ഉള്ളത്? ആ സൈഡിൽ ഞാൻ അവിടെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് താഴെ നിങ്ങൾക്കൊരു ബോക്സ് തന്നിട്ടില്ലേ, അവിടെയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഹെൻ ഉണ്ട്, പാരറ്റ്, ക്രോ, പിന്നെ ഡക്ക് ഉണ്ട്, ഹോൺബിൽ, വുഡ് പെക്കർ. അപ്പോൾ ഇത്രയൊക്കെ ബേർഡ്സാണ് നമുക്ക് ആ ഒരു പിക്ചറിൽ തന്നിട്ടുള്ളത്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അടുത്തത് ആക്ടിവിറ്റി 10 നിങ്ങൾക്കുള്ളൊരു ഗെയിമാണ് കേട്ടോ. എഗ്സ് ടു ചിക്സ്. എഗ്സിൽ നിന്ന് ആ വിരിഞ്ഞ് നിൽക്കുന്ന ചിക്സിലേക്ക് എത്താനുള്ള ഒരു ഗെയിമാണ് ഇത്. ഹിയർ ഈസ് എ ഗെയിം ഫോർ യു. യൂസ് എ ഡൈസ് ആൻഡ് പ്ലേ ദ ഗെയിം അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് യുവർ ടീച്ചർ. അപ്പോൾ എന്താണ്, ഒരു ഡൈസ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ടീച്ചർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് ഈ ഒരു ഗെയിം കളിക്കാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്, ഒരു ഡൈസ് ഉണ്ടാക്കണം ആദ്യം. എന്നിട്ട് ആ ഡൈസ് ഇട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് 1ലേക്കോ 2ലേക്കോ 3ലേക്കോ അങ്ങനെ 21 വരെ എത്തണം. അങ്ങനെയാണ് ഈ ഒരു ഗെയിം. 4ൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ പറയുന്നത്? ഫുഡ് ഈസ് ഹിയർ, ഗോ ടു കോളം 7. ഫുഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ്, കോളം 7ലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ അത് 4ൽ എത്തിക്കഴിഞ്ഞാലാണ് അങ്ങനെ പറ്റുന്നത്. പിന്നെ എവിടെയാണ് നിങ്ങൾക്കൊരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുള്ളത്? 9ലാണല്ലേ. 9 എന്താണ്? ഡേഞ്ചർ, ഗോ ടു കോളം 3. 9ൽ എത്തിക്കഴിഞ്ഞാൽ അത് ഡേഞ്ചറാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾ വീണ്ടും 3ലേക്ക് തന്നെ എത്തും. പിന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് 12ലാണ്, ഡ്രിങ്ക് മിൽക്ക് ആൻഡ് ഗോ ടു കോളം 17. 12ൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു മിൽക്ക് കുടിച്ചിട്ട് നിങ്ങളോട് കോളം 17ലേക്ക് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ 16ലാണ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക? ഡേഞ്ചറാണ്, ഗോ ടു
കോളം 10. അപ്പോൾ 16 എത്തിക്കഴിഞ്ഞാൽ അത് ഡേഞ്ചറാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും കോളം 10 തന്നെ പോകണം. 17 എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ഫ്രണ്ട്സ് ഹിയർ ഗോ ടു കോളം 20. ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്, നിങ്ങളോട് 20 പോകാൻ പറയുന്നുണ്ട് അല്ലേ. പക്ഷേ എന്താണ് 20 20 നിങ്ങൾക്കൊരു കളിയുണ്ടല്ലേ. എന്താണ്? ഫോക്സ് ഹിയർ ഗോ ടു കോളം 5. അവിടെ ഫോക്സ് ഉണ്ടല്ലേ, കുറുക്കനുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കോളം 5 എത്തിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ വീണ്ടും 5 തന്നെ പോയി വീഴും. പിന്നെ 21 എത്തിക്കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻസ് ദ എഗ്സ് ഹാച്ച്ഡ്. അപ്പോൾ എന്താണ്? അപ്പോൾ നിങ്ങൾ ജയിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് നേരുന്നുണ്ട്. അതുപോലെ തന്നെ ആ എഗ്ഗ് മുട്ട വിരിഞ്ഞു അല്ലേ. അപ്പോൾ ഇതുപോലെ ഓരോ കോളംസിലും ഓരോ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിക്കൊണ്ട് നിങ്ങളുടെ ടീച്ചർ പറയുന്ന അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഗെയിം കളിക്കേണ്ടത്. ഡൈസ് നിങ്ങൾ ഉണ്ടാക്കണം, ഡൈസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കളിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ളൊരു ഗെയിം, ഇതാണ് നിങ്ങളെ ആക്ടിവിറ്റി 10. അപ്പോൾ ഇതെല്ലാ കൂട്ടുകാരും ഒന്ന് കളിച്ച് നോക്കൂ കേട്ടോ. അടുത്തതാണ് ആക്ടിവിറ്റി 11. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ വെയിറ്റഡ് ഈഗർലി ഫോർ ദ എഗ് ടു ഹാച്ച് ഔട്ട്. ദേ checked it every day. Their mother noticed their daily visit to the hen house complete their conversation. അപ്പോൾ എന്താണ്? ഡിങ്കിളിനും ട്വിങ്കിളിനും അവർ രണ്ടുപേരും ഈ ഒരു എഗ്ഗ് വിരിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണല്ലേ. അപ്പോൾ അവരെല്ലാ ദിവസവും ഇത് പോയിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. അവരുടെ അമ്മ ഇവരിങ്ങനെ എല്ലാ ദിവസവും ഹെന്നിൻ്റെ ഹൗസിൽ പോയിട്ട് ഇതിങ്ങനെ നോക്കുന്നത് അവരുടെ അമ്മയും അവരുടെ നോട്ടീസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. മദറും ട്വിങ്കിളും ഡിംപിളും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മദർ അവിടെ എന്താണ് ചോദിക്കുന്നത്? വൈ ഡു യു വിസിറ്റ് ദ ഹെൻ ഹൗസ് എവറി ഡേ? എന്തിനാണ് നീ ഒരു ഹെന്നിൻ്റെ വീട് ഇപ്പോഴും എല്ലാ ദിവസവും വിസിറ്റ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ട്വിങ്കിൾ എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ട്വിങ്കിൾ പറയുന്നുണ്ട്, വി ഗോട്ട് എ ഗോൾഡൻ എഗ് ഫ്രം ദ ഡ്രൈ ലീവ്സ്. ഞങ്ങൾക്ക് ഡ്രൈ ലീവ്സിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്കൊരു ഗോൾഡൻ എഗ്ഗ് ലഭിച്ചു എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പം മദർ എന്താണ് ചോദിക്കുന്നത്? വേർ ഡിഡ് യു കീപ്പ് ഇറ്റ്? നിങ്ങളിത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡിംപിൾ റിപ്ലൈ പറയുന്നുണ്ട്, വി പ്ലേസ്ഡ് ദ എഗ് നിയർ ദ മദർ ഹെൻ. ഞാൻ മദർ ഹെന്നിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു എഗ്ഗ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ട്വിങ്കിൾ എന്താ പറയുന്നത്? അത് നമ്മൾ എഴുതി ചേർക്കേണ്ടതാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ എഗ് ടു ഹാച്ച്. ഞങ്ങൾ ഈ ഒരു എഗ്ഗ് ഇങ്ങനെ വിരിയാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. മദർ പറയുന്നുണ്ട്, ആർ യു ഈഗർ ടു സീ ദ ചീക്ക്? നിങ്ങൾ ഈ ഒരു ഒരു കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഡിംപിൾ പറയുന്നുണ്ട്, യെസ് വി വാണ്ട് ടു സീ ഇറ്റ് ഹാഷ് ആൻഡ് പ്ലേ വിത്ത് ദ ചിക്ക്. ഞങ്ങൾക്ക് അത് വിരിയുന്നത് കാണണം, അതുപോലെ തന്നെ ആ ചിക്കിനേറ്റ് ഒരു കോഴിക്കുഞ്ഞിനേറ്റ് കളിക്കാൻ വേണം എന്ന് ഡിംപിൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ കോൺവെർസേഷൻസ് എഴുതേണ്ടത്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അടുത്തതാണ് ആക്ടിവിറ്റി 12. ദ ബേബി ഓഫ് എ ബേർഡ് ഈസ് ചിക്ക്. ഒരു ബേർഡിൻ്റെ ബേബിക്ക് എന്താണ് പേര് പറയുന്നത്? ചിക്ക് എന്നാണല്ലേ പറയുന്നത്. നൗ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്യൂട്ടബ്ലി. താഴെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അത് നോക്കാനും അതുപോലെ അവിടെയുള്ള ബ്ലാങ്ക്സ് നമ്മളോട് നന്നായിട്ട് ഫില്ല് ചെയ്യാനും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഫില്ല് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴെ എന്താണ് നൽകിയിരിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ബേർഡിനെയും അതിൻ്റെ കുട്ടിയെയും തന്നിട്ടുണ്ടല്ലേ, അതുപോലെ ക്യാറ്റിനെയും അതിൻ്റെ കുട്ടിയെയും തന്നിട്ടുണ്ട്, അതുപോലെ എന്താണ് കൗവിനെയും അതിൻ്റെ കുട്ടിയെയും തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് ഡോഗിനെയും അതിൻ്റെ കുട്ടിയെയും തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് എന്താണ് പറയേണ്ടത് എന്നാണ് നമ്മൾ ആ ഒരു ബ്ലാങ്ക്സിൽ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്താണ് നമുക്കവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് പപ്പി, ചിക്ക്, കിറ്റൻ, കാഫ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ആരുടെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബേർഡ് ആണല്ലേ. ദ ബേർഡ് ഈസ് ഫീഡിങ് ഇറ്റ്സ് ബേർഡ്. അതിൻ്റെ കുഞ്ഞിനെ ഫീഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുഞ്ഞിനെ നമ്മൾ എന്ത് പേരെല്ലാം പറയുന്നത്? അപ്പോൾ നമ്മൾ അതിൻ്റെ കുട്ടിയെ പറയുന്നതാണ് ചിക്ക്. അപ്പോൾ നമ്മൾ അവിടെ ചിക്ക് എന്നാണ് കേട്ടോ എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് എന്താണ്? എ ക്യാറ്റ് ഈസ് വാക്കിംഗ് വിത്ത് ഈറ്റ്സ്. ഒരു ക്യാറ്റ് അതിൻ്റെ കുട്ടിയായിട്ട് നടന്നു പോവുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ കുട്ടിയെ എന്താണ് നമ്മൾ പറയുന്നത്? കിറ്റൻ എന്നാണ് കേട്ടോ പറയുന്നത്. ആ ഒരു ബ്ലാങ്ക്സിൻ്റെ അവിടെയാണ് കൂട്ടുകാർ അത് എഴുതി കൊടുക്കേണ്ടത്. എ കൗ ഈസ് ലിക്കിംഗ് ഈറ്റ്സ്. ഒരു കൗ അതിൻ്റെ കുട്ടിക്ക് പാല് നൽകുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുട്ടിയെ നമ്മൾ എന്താണ് പറയുന്നത്? കാഫ് എന്നാണ് കേട്ടോ പറയുക. കൗവിൻ്റെ കുട്ടിയെ നമ്മൾ കാഫ് എന്ന് പറയും. അതേപോലെ എ ഡോഗ് ഈസ് ലുക്കിംഗ് അറ്റ് ഈറ്റ്സ്. ഒരു ഡോഗ് അതിൻ്റെ കുഞ്ഞിനെ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുഞ്ഞിനെ നമ്മൾ എന്താ പറയുക? യെസ് പപ്പി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ നമ്മൾ ബേർഡിൻ്റെ കുഞ്ഞിന് ചീക്ക് എന്നും അതുപോലെ ക്യാറ്റിൻ്റെ കുഞ്ഞിന് നമ്മൾ എന്താണ് പറയുക? യെസ് കിറ്റൻ എന്നും, പിന്നെ കൗവിൻ്റെ കുഞ്ഞിനെ കാഫ് എന്നും, അതുപോലെ ഡോഗിൻ്റെ കുഞ്ഞിനെ പപ്പി എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി എഴുതേണ്ടത്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം.
അടുത്തതാണ് ആക്ടിവിറ്റി 13 ഗോൾഡി സ്വാം ഇൻ ദ റിവർ. അപ്പോൾ എന്താണ് ഗോൾഡി റിവറിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ദ ഹെൻ ആൻഡ് ചിക്സ് കുഡ് നോട്ട് സ്വിം. ഹെന്നിനും ചിക്സിനും ഒന്നും നീന്താൻ സാധിക്കുന്നില്ലല്ലേ. ഡു യു നോ വൈ? എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയോ? എന്തുകൊണ്ടാണ്? അവിടെ ഗോൾഡി പറയുന്നുണ്ട് ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താൻ സാധിക്കുമെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ് ചിക്സ് പറയുന്നത്? ഐ ക്യാൻ സ്വിം ബട്ട് ഐ ക്യാൻ വാക്ക്, എനിക്ക് നീന്താൻ കഴിയില്ല പക്ഷെ എനിക്ക് നടക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ബേർഡ് എന്താണ് പറയുന്നത്? ഐ ക്യാൻ ഫ്ലൈ ഹൈ, എനിക്ക് ഉയരത്തിൽ പറക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഫിഷ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? അത് നമുക്കൊന്ന് നോക്കാം. കൂട്ടുകാർ ആ ഒരു ബ്ലാങ്ക്സിലാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അവിടെ കൂട്ടുകാർക്ക് ഐ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക? ഐ കാൺ ഫ്ലൈ ബട്ട് ഐ ക്യാൻ സ്വിം, എനിക്ക് പറക്കാൻ സാധിക്കില്ല പക്ഷേ എനിക്ക് നീന്താൻ സാധിക്കും എന്നാണല്ലേ ഫിഷ് പറയുക. അപ്പോൾ അതാണ് കേട്ടോ അവിടെ എഴുതേണ്ടത്. അടുത്തത് ആക്ടിവിറ്റി 14 ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ ഫൈൻഡ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ടു പിക്ചേഴ്സ്. അപ്പോൾ എന്താണ് നമുക്ക് താഴെ 2 പിക്ചേഴ്സ് നൽകിയിട്ടുണ്ടല്ലേ. ആ 2 പിക്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസസ് നമ്മളോട് താഴെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പിക്ചർ 1 എന്താണ്? നമുക്ക് ഓൾറെഡി പിക്ചർ 2 തന്നിട്ടുണ്ട്. ദ വാട്ടർ ഈസ് നോട്ട് ക്ലിയർ. പിക്ചർ 2 തന്നിട്ടുള്ള ആ ഒരു പുഴയിലുള്ള വാട്ടർ എന്താണ്? ക്ലിയർ അല്ല അല്ലേ. അപ്പോൾ നമുക്ക് പിക്ചർ 1 എന്താണ്? ക്ലിയർ വാട്ടർ ആണ് നൽകിയിട്ടുള്ളത്. ദ വാട്ടർ ഈസ് ക്ലിയർ. അപ്പോൾ എന്താണ് അവിടെ എഴുതേണ്ടത്? ദ വാട്ടർ ഈസ് ക്ലിയർ എന്ന് എഴുതണം കേട്ടോ. അടുത്തത് പിക്ചർ 1 തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. എ ക്രെയിൻ ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ റിവർ. ഒരു ക്രെയിൻ നമുക്കവിടെ ആ ഒരു റിവറിൽ നിൽക്കുന്നുണ്ട് അല്ലേ. അതുപോലെ നമുക്ക് രണ്ടാമത്തെ പിക്ചറിൽ എന്താണ്? അവിടെ ക്രെയിൻ ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്തെഴുതണം? ദർ ഈസ് നോ ക്രെയിൻ ഇൻ ദ റിവർ എന്ന് എഴുതണം കേട്ടോ. അടുത്തത് നമുക്ക് രണ്ടാമത്തെ പിക്ചറിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് നോ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ പിക്ചർ 2. പിക്ചർ 2 ബേർഡ്സ് ഒന്നും അതിന് മേലെ കൂടെ പറക്കുന്നൊന്നുമില്ല അല്ലേ. പക്ഷെ നമ്മുടെ പിക്ചർ 1 എങ്ങനെയാണ്? ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ആകാശത്ത് ബേർഡ്സൊക്കെ പറന്ന് നടക്കുന്നുണ്ട് അല്ലേ നമ്മുടെ പിക്ചർ 1. അടുത്തതായിട്ട് പിക്ചർ 1 തന്നെ ദ ലാൻഡ് ഈസ് ഗ്രീൻ. പിക്ചർ 1 ലാൻഡ് എന്താണ്? നല്ല ഗ്രീൻ ആയിട്ടുള്ള നല്ല പച്ച വിരിച്ച ലാൻഡാണല്ലേ. അപ്പോൾ പിക്ചർ 2 എങ്ങനെയാണ്? ദ ലാൻഡ് ഈസ് ഡ്രൈ. ലാൻഡൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടാണല്ലേ കിടക്കുന്നത്. നെക്സ്റ്റ് ആ പിക്ചർ 2 തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ദർ ഈസ് നോ ഫിഷ് ഇൻ ദ വാട്ടർ. അതിലെ വാട്ടറിൽ ഫിഷ് ഒന്നും ഇല്ല അല്ലേ പിക്ചർ 2. പക്ഷേ പിക്ചർ 1 എന്താണ്? ദർ ആർ ഫിഷസ് ഓൺ ദ വാട്ടർ. വാട്ടറിൽ ഫിഷസ് ഒക്കെ ഉണ്ടല്ലേ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ 2 പിക്ചർ തന്നിട്ട് ഡിഫറൻസസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്. നമുക്ക് ഓൾറെഡി സെൻറ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിപരീതം, അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ അപ്പുറത്ത് എഴുതിയാൽ മതി കേട്ടോ. അടുത്തതാണ് ആക്ടിവിറ്റി 15 ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ടോൾഡ് ദ വോൾ സ്റ്റോറി ടു ഗ്രാൻഡ് പാ. അറേഞ്ച് ദ ഫോളോവിങ് ഈവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ഇൻ ദ ഓർഡർ. അപ്പോൾ എന്താണ്? ഡിംപിളും ട്വിങ്കിളും കൂടിയിട്ട് നമുക്ക് അവിടെ നടന്നിട്ടുള്ള ഫുള്ള് സ്റ്റോറിയും ഗ്രാൻഡ് പക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് താഴെ സ്റ്റോറി ഈവൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഓർഡറിലാക്കിയിട്ട് എഴുതണം. താഴെ തന്നിട്ടുള്ളത് ഡിസോർഡർ ആയിട്ടാണ്. അത് താഴേക്ക് നമ്മൾ ഓർഡർ ആക്കിയിട്ട് എഴുതണം. ആ ഒരു ബോക്സിലേക്കാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ തന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഓർഡർ അല്ലാതെയാണല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് തന്നിട്ടുള്ളത്? ദേ പുട്ട് ദ എഗ് ഇൻ ദ ഹെൻസ് ഹൗസ്. ഹെൻസിൻ്റെ വീട്ടിൽ അവർ എഗ്ഗ് കൊണ്ടുവച്ചു. ദേ നെയ്മഡ് ദ ചിക്ക് ഗോൾഡി. ആ ഒരു ചിക്കിന് അവർ ഗോൾഡി എന്ന് പേരിട്ടു. ദ എഗ് ഹാച്ചഡ് ഔട്ട് ആൻഡ് എ ബ്യൂട്ടിഫുൾ ചിക്ക് കെയിം ഔട്ട്. എഗ്ഗ് വിരിഞ്ഞു വന്നു. അതിനുള്ളിൽ നിന്ന് ഗോൾഡിയുടെ ഒരു കുഞ്ഞു കുട്ടി, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു കുട്ടി പുറത്തേക്ക് വന്നു അല്ലേ. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ഗോട്ട് എ ഗോൾഡൻ എഗ്ഗ്. ഡിംപിളിനും ട്വിങ്കിളിനും ഒരു ഗോൾഡൻ എഗ്ഗ് ലഭിച്ചു. അപ്പോൾ ഇതാകെ ഡിസോർഡർ ആയിട്ടാണല്ലേ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ഓർഡർ ആക്കി നോക്കിയാലോ. സ്റ്റോറിയിൽ ഫസ്റ്റ് എന്താണ് നടന്നത്? ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ഗോട്ട് എ ഗോൾഡൻ എഗ്ഗ്. ഒരു ഗോൾഡൻ എഗ്ഗ് ലഭിച്ചു അല്ലേ ട്വിങ്കിളിനും ട്വിങ്കിളിനും. അതാണ് അവർക്ക് ഫസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത്തേത് എന്താണ്? ദേ പുട്ട് ദ എഗ്ഗ് ഇൻ ദ ഹെൻസ് ഹൗസ്. അപ്പോൾ ഹെൻസിൻ്റെ ഹൗസിൽ ആ ഒരു എഗ്ഗ് അവർ കൊണ്ടുപോയി വെച്ചു അല്ലേ. തേർഡ് വൺ എന്താണ്? ദ എഗ്ഗ് ഹാച്ചഡ് ഔട്ട് ആൻഡ് എ ബ്യൂട്ടിഫുൾ ചിക്ക് കെയിം ഔട്ട്. ആ ഒരു എഗ്ഗ് വിരിഞ്ഞു വന്നു, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിക്ക് പുറത്തു വന്നു. അതാണ് മൂന്നാമത്തെ ആയിട്ടുള്ളത്. നാലാമത്തേത് ദേ നെയ്മഡ് ദ ചിക്ക് ഗോൾഡി. അവർ ആ ഒരു ചിക്കിന് ഗോൾഡി എന്ന് പേരിട്ടു അല്ലേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോറി ഈവൻറ്റ്സ് ഓർഡർ ആക്കിയിട്ട് എഴുതിയിട്ടുള്ളത്. അടുത്തതാണ് ആക്ടിവിറ്റി 16 ദ വില്ലേജേഴ്സ് ക്ലീനഡ് ദ റിവർ. ദേ ഫിക്സ്ഡ് എ നോട്ടീസ് ബോർഡ് നിയർ ദ റിവർ. റൈറ്റ് എ സ്യൂട്ടബിൾ സെൻറ്റൻസ് ഓൺ ഇറ്റ്. അപ്പോൾ എന്താണ്? വില്ലേജേഴ്സ് ആ ഒരു റിവർ നന്നായി ക്ലീൻ ചെയ്തു അല്ലേ. അപ്പോൾ ക്ലീൻ ചെയ്ത ശേഷം അവർ നോട്ടീസ് ബോർഡ്, ആ ഒരു റിവറിൻ്റെ അടുത്തായിട്ടൊരു നോട്ടീസ് ബോർഡ് വെച്ചു. അപ്പോൾ എന്താണ് ആ നോട്ടീസ് ബോർഡിൽ എഴുതാൻ പറ്റുന്ന കുറച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള സെൻറ്റൻസസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം.
അപ്പോൾ ഞാനിവിടെ ഒരു 3 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏത് വേണേലും കൂട്ടുകാർക്ക് ആ ഒരു നോട്ടീസ് ബോർഡിൽ എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താണ്, ഡോണ്ട് കണ്ടാമിനേറ്റഡ് അവർ റിവർ, ഞങ്ങളുടെ റിവർ ഒരിക്കലും മലിനമാക്കരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കീപ്പ് അവർ റിവർ ക്ലീൻ ആൻഡ് ഫ്രഷ്, ഞങ്ങളുടെ റിവർ എപ്പോഴും വൃത്തിയുള്ളതും ഫ്രഷ് ആയിട്ടുള്ളതും ആക്കി വെക്കൂ എന്ന് പറയുന്നുണ്ട്. ഡോണ്ട് ത്രോ പ്ലാസ്റ്റിക് വേസ്റ്റ് ടു ദ റിവറിലോട്ട് ഒരിക്കലും പ്ലാസ്റ്റിക് വേസ്റ്റ് എറിയരുത് എന്നും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ആ ഒരു നോട്ടീസ് ബോർഡിൽ എഴുതേണ്ടത്. അടുത്തത് ആക്ടിവിറ്റി 17 എന്താണ്, ദ ഫെസ്റ്റിവൽ സീസൺ വരുന്നുണ്ട്. ദ വില്ലേജേഴ്സ് പ്രിപ്പയർഡ് എ പോസ്റ്റർ ടു വെൽക്കം പീപ്പിൾ. അപ്പോൾ എന്താണ്, ജനങ്ങളെ എല്ലാം വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലേജേഴ്സ് ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നുണ്ട് അല്ലേ. ഹെൽപ്പ് ദം മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. അപ്പോൾ ഇത് അട്രാക്റ്റീവ് ആക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ഹെഡിങ് ഓൾറെഡി നമുക്കവിടെ തന്നിട്ടുണ്ട്, ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ് എന്ന് നമ്മൾ നടുവിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ബേർഡ്സിൻ്റെ പിക്ചേഴ്സൊക്കെ വരച്ച് നമുക്ക് അടിപൊളിയാക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ ഒരു പോസ്റ്റർ നല്ല രീതിയിൽ കളറൊക്കെ കൊടുത്ത് ബേർഡ്സിൻ്റെ പിക്ചേഴ്സ് എല്ലാം വരച്ച് നല്ല അട്രാക്റ്റീവ് ആക്കും കേട്ടോ. അപ്പോൾ ഇത് കൂട്ടുകാർക്കുള്ളൊരു വർക്കാണ്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അടുത്തതാണ് ആക്ടിവിറ്റി 18, റീഡ് ദ സെൻറ്റൻസസ് ബിലോ. താഴെ നമുക്ക് കുറച്ച് സെൻറ്റൻസസ് തന്നിട്ടുണ്ട്, അത് വായിക്കാൻ പറയുന്നുണ്ട്. ഹൂ സൈഡ് ദീസ്, അത് ആരാവും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദ ബോക്സസ്, ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മളോട് ആ ഒരു ബോക്സിൽ എഴുതാനാണ് പറയുന്നത്. ഓരോ സെൻറ്റൻസ് വായിക്കുക, എന്നിട്ട് അത് ആരുടെ ഡയലോഗാണെന്ന് നോക്കുക, അതിൻ്റെ പറഞ്ഞ ആളുടെ പേര് നമ്മൾ ആ ഒരു ബോക്സിൽ എഴുതി കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലത്തെ ചാപ്റ്റർ മനസ്സിലാവണമെന്ന് പറയുന്നത് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനൊക്കെയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് എക്സാമിന് ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് പാഠം എന്താണെന്ന് അറിയില്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി എഴുതാൻ സാധിക്കുകയില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാരും പാഠത്തിൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടിട്ട് വേണം ഈ ഒരു ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. അതിൻ്റെ ലിങ്ക് ഓൾറെഡി നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും കേട്ടോ. അപ്പോൾ എന്താണ്, വി വിൽ കോൾ യു ഗോൾഡി, ഞാൻ ഗോൾഡി നിന്നെ വിളിക്കാമെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ അത് ആരുടെ ഡയലോഗാണ്? നമുക്കറിയാമല്ലേ, ഡിംപിളിൻ്റെ ആണ്. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദിസ് എഗ് ടു, ഈ ഒരു എഗ്ഗും കൂടെ ടേക്ക് കെയർ ചെയ്യൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ആരാണ് ചോദിച്ചത്? ഡിംപിൾ തന്നെയാണല്ലേ. അപ്പോൾ ഡിംപിൾ എന്നാണ് നമ്മളവിടെ എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് ലുക്ക് ഗോൾഡി സ്വിംസ് വെൽ, നോക്കൂ ഗോൾഡി നന്നായിട്ട് സ്വിം ചെയ്യുന്നുണ്ട് എന്ന് ആരാണ് പറഞ്ഞത്? യെസ്, ട്വിങ്കിളാണ് പറഞ്ഞത്. അപ്പോൾ ട്വിങ്കിൾ എന്ന് നമ്മളവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ക്ലക്ക് ക്ലക്ക്, ഇത് ആരുടെ സൗണ്ടാണ്? മദർ ഹെന്നിൻ്റെ സൗണ്ടാണല്ലേ. ദിസ് ഈസ് ദ ചിക്ക് ഓഫ് എ റെയിൻബോ ബേർഡ്, ഇതൊരു റെയിൻബോ ബേർഡിൻ്റെ കുട്ടിയാണ് എന്ന് ആരാ പറഞ്ഞു കൊടുത്തത് അവർക്ക്? ഡിംപിളിനും ട്വിങ്കിളിനും പറഞ്ഞു കൊടുത്തത് ഗ്രാൻഡ് ഫാദർ ആണല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഗ്രാൻഡ് ഫാദർ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഇൻ മൈ ചൈൽഡ്ഹുഡ് ദ റിവർ വാസ് ക്ലീൻ ആൻഡ് ക്ലിയർ, എൻ്റെ കുട്ടിക്കാലത്തെല്ലാം ഈ റിവർ ഭയങ്കര ക്ലീനും ക്ലിയറും ആയിരുന്നു എന്ന് ആരാണ് പറഞ്ഞത്? യെസ്, ഗ്രാൻഡ് ഫാദർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ ഗ്രാൻഡ് ഫാദർ എന്ന് തന്നെ എഴുതി കൊടുക്കണം. ലുക്ക് ഹൗ ക്യൂട്ട് ഇറ്റ് ഈസ്, നോക്കൂ ഇത് എന്ത് ക്യൂട്ടാണ് എന്ന് പറഞ്ഞതല്ലേ. ആരാണ് പറഞ്ഞത് ആ ഒരു സെൻറ്റൻസ്? യെസ്, ട്വിങ്കിളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സെൻറ്റൻസുകൾ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞതാണ് എന്ന് എഴുതേണ്ടത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ചാപ്റ്റർ കണ്ടു നോക്കണേ. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്തത് ആക്ടിവിറ്റി 19, ക്രോസ് വേർഡ് പസിൽ തന്നിട്ടുണ്ട്. ഡൗണിലും അക്രോസിലും എഴുതാനുള്ള സെൻറ്റൻസുകൾ നമുക്കവിടെ തന്നിട്ടുണ്ട്. അത് ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. അത് നമുക്ക് ഡൗണിലേക്കുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ദ വാട്ടർ ഇൻ ദ ഡാഷ് വാസ് ഡേർട്ടി. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്? യെസ്, റിവർ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഡൗണിലേക്കാണ് നമ്മൾ എഴുതേണ്ടത്. അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് കൂട്ടുകാർ എഴുതേണ്ടത്. അത് നോക്കിയിട്ട് എഴുതിയാൽ മതി കേട്ടോ. രണ്ടാമത്തേത് ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ നെയിം എടുത്ത് ചിക്ക്. എന്താണ് ഡിംപിളും ട്വിങ്കിളും ആ ഒരു ചിക്കിന് നെയിം കൊടുത്തത്? യെസ്, ഗോൾഡി എന്നാണല്ലേ. അപ്പോൾ ഗോൾഡി എന്ന് നമ്മൾ അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, അതൊന്നും ചെയ്യേണ്ടതില്ല. എക്രോസിൽ നമ്മൾ എന്താണ് രണ്ടാമത്തേതാണ് നോക്കുന്നത്. വൺ ഡേ ഡാഷ് വിസിറ്റഡ് ദ ചിൽഡ്രൻസിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ആരാണ് വന്നത്? യെസ്, ഗ്രാൻഡ് പ ആണല്ലേ. അപ്പോൾ ഗ്രാൻഡ് പ എന്ന് നമ്മളവിടെ ഒരു RAND ആണ് നമ്മളവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കൂട്ടുകാർ അത് എഴുതിയാൽ മതി കേട്ടോ. മൂന്നാമത്തേത് ഹരിതഗിരി ഈസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ് ആണല്ലേ ഹരിതഗിരി. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജ് ആണ് ഹരിതഗിരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ വില്ലേജ് എന്ന് ഓൾറെഡി നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. അടുത്തത് അക്രോസിൽ തന്നെ നാലാമത്തേത് ദ വില്ലേജേഴ്സ് ഡെക്കറേറ്റഡ് ദ ഹൗസസ് ഫോർ ദ ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ്. ഫെസ്റ്റിവൽ എന്നുള്ള വേർഡാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അതിൻ്റെ FEAL നമുക്ക് തന്നിട്ടുണ്ട്. നടുവിലുള്ള 4 അക്ഷരമാണ് തഴാത്തത്. STIV എന്ന ലെറ്റേഴ്സ് നമ്മളവിടെ എഴുതി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെയാണ് പസിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം.
അടുത്തത് ആക്ടിവിറ്റി 20 ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. അവിടെ ഒരു സോങ് തന്നിട്ടുണ്ട്, അതിന് ലൈൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ടല്ലേ. അപ്പോൾ 4 ലൈൻസ് നമുക്ക് ആഡ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോങ് നോക്കാം. എ ബേർഡ്സ് ഫ്ലൈ സോ ഹൈ അപ്പ് ഇൻ ദ സ്കൈ സിറ്റിംഗ് ഓൺ എ ട്രീ ഇറ്റ് സിങ് സോ ഫ്രീ വെൻ ദ സമ്മർ ആൻഡ്സ് ഇറ്റ് ഫ്ലൈസ് ബാക്ക് വിത്ത് ഫ്രണ്ട്സ് വിൽ യു കം അഗെയിൻ വെൻ ദ സമ്മർ സൺ ഗ്ലോസ്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ലൈൻസ്. ഇനി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യാനുള്ള ലൈൻസ് ഞാൻ അവിടെ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. കൂട്ടുകാർ അത് ആ ഒരു സ്പേസിൽ എഴുതിയാൽ മതി കേട്ടോ. ചീപ്പിംഗ് ട്യൂൺസ് ഫോർ ഓൾ ടു ഹിയർ ബ്രിങ്ങിങ് ജോയ് ആൻഡ് വാനിഷിംഗ് ഫിയർ വെയിറ്റിംഗ് ഫോർ ദ വാം ടു കോൾ റെഡി ടു റിട്ടേൺ ടു ഓൾ. അപ്പോൾ ഇതാണ് 4 ലൈൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് എഴുതാൻ പറ്റുന്ന പോലെ സിമ്പിൾ വേർഡ്സിൽ കൂട്ടുകാർ ഇതുപോലെ എക്സാമിനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ലാസ്റ്റത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 21. സെലക്ട് സ്യൂട്ടബിൾ ഡയലോഗ് ഫോർ ഈച്ച് പിക്ചർ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സ്. അവിടെ താഴെ നമുക്ക് കുറച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള പിക്ചേഴ്സിന് നമ്മളോട് ആ ഒരു ബോക്സിൽ എഴുതി കൊടുക്കാനാണ് പറയുന്നത്. താഴെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. ലുക്ക് ഇറ്റ്സ് അവർ പിപ്പ്, ഹി വിൽ ഈറ്റ് ഓൾ ദ ഫിഷ്, ഡോണ്ട് വെറി ഡിയർ, ഐ ആം അഫ്രൈഡ് ഓഫ് വാട്ടർ. ഇങ്ങനെ 4 ഡയലോഗ്സ് ആണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റത്തെ പിക്ചർ എന്താണ്? യെസ്, ഫസ്റ്റത്തെ പിക്ചറും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഐ ആം അഫ്രൈഡ് ഓഫ് വാട്ടർ, എനിക്ക് വാട്ടർ പേടിയാണ് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗാണല്ലേ അവിടെ. അടുത്തത് എന്താണ്? ഡോണ്ട് വെറി ഡിയർ എന്നാണ്. അപ്പോൾ വാട്ടർ പേടിയാണെന്ന് പറയുമ്പോൾ ഒരാൾ അവിടെ വന്നിട്ട് അതിന് സമാധാനിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് പറയുക? ഡോണ്ട് വെറി ഡിയർ എന്നാണ് പറയുക. അടുത്തതാണ് ഹി വിൽ ഈറ്റ് ഓൾ ദ ഫിഷസ്, അവൻ എല്ലാ ഫിഷസും കഴിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരാൾ പറയുന്നുണ്ടല്ലോ പെൻഗ്വിനോട്. അടുത്തത് എന്താണ്? ഒരു ബോട്ടിൽ അതിൻ്റെ അവിടെ പിപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിപ്പ് ബാക്കിയുള്ളവരൊക്കെ കാണുകയാണല്ലോ, അതിൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് എന്താണ് പറയുന്നത്? ലുക്ക് ഇറ്റ്സ് അവർ പിപ്പ്, അത് നമ്മുടെ പിപ്പാണ് നോക്കൂ എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ മാച്ചിങ് ആയിട്ടുള്ള പിക്ചേഴ്സിൻ്റെ ഡയലോഗ്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ആക്ടിവിറ്റീസാണ് നമ്മുടെ ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്ന പാഠത്തിലെയും അതുപോലെ പിപ്പ് ദ പെൻഗ്വിൻ എന്ന് പറയുന്ന പാഠത്തിലെയും കൂടിയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ആക്ടിവിറ്റി 1 മുതൽ ആക്ടിവിറ്റി 21 വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും കൂട്ടുകാർക്ക് അതിൻ്റെ ആൻസേഴ്സും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ചാപ്റ്റർ വീഡിയോ എന്തായാലും പോയി കാണണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരുടെ അടുത്ത ചാപ്റ്റേഴ്സുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.